ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സെന്നിൻ്റെ എസ്റ്റിലോ ഉണ്ടോ, അതായത് വാഗണറിൻ്റെ ഒരു അപരൻ, വാഗണറിൻ്റെ എഞ്ചിനൊക്കെ വെച്ചിരിക്കുന്ന ഒരു വാഹനം കേട്ടോ. അപ്പോൾ ഇത് 2008 മോഡൽ വണ്ടിയാണ്. 2028 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല പേപ്പർ ക്വാളിറ്റി ഉള്ള വാഹനം ഉണ്ടോ. വണ്ടി സിൽവർ ആയതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല നീറ്റ് ലുക്കാണ്, പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണോ. പക്ക ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ LH ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ഡോർ പവറിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് എക്സ്ട്രാ ആയിട്ട് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാണ്ട് വണ്ടിയുടെ ഷേപ്പ് തന്നെ പെർഫെക്റ്റ് ആണ്. ഗ്ലാസ് ഫിനിഷിംഗ് പെയിന്റിംഗ് തന്നെ പറയാം കേട്ടോ. പോളിഷ് ചെയ്തിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ടയറൊക്കെ പുത്തൻ ടയറുകളാണ് വന്നിട്ടുള്ളത്. പുതിയ വീൽ കപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പേ മിററൊക്കെ വാഗണർ സെയിം മിററാണ്. എഞ്ചിനും സെയിം എഞ്ചിൻ, വാഗണറിന്റെ എഞ്ചിനും സ്പെയറൊക്കെ ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയറാണ്. വാഗണറിന്റെ കുറച്ചുകൂടെ പുതുമയുള്ള ഇന്റീരിയറാണ് കേട്ടോ. ഒരു ബീച്ച് ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് ഇന്റീരിയർ വന്നിട്ടുള്ളത്. സീറ്റ് കവർ അതേ കോംബോയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, അതുപോലെ AC 2 ഡോർ പവർ വിൻഡോ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഈ വാഹനത്തിൽ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ആയിട്ട് വാഗണറിന് തന്നെ വരുന്നത്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഡോറൊക്കെ ആയാലും നല്ല വൈഡായിട്ട് തന്നെ ഓപ്പൺ ആവട്ടെ. അത്യാവശ്യം നടുവേനുള്ളവർക്കായാലും കയറി ഇറങ്ങാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. സ്ട്രെയിറ്റ് ആയിട്ട് കയറാം. അതേ സിമ്പിളായിട്ട് ഇതുപോലെ കയറി ഇരിക്കാട്ടോ. അപ്പം നല്ല സീറ്റിംഗ് പൊസിഷനും വരുന്ന ചെറിയൊരു ബഡ്ജറ്റിലെ വാഹനമാണ്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും വേറെ എക്സ്ട്രാ ആഡ് ഓൺസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഉള്ളത്. LH എന്നുള്ള ബാഡ്ജിങ് ഒക്കെ അവിടെ കാണാം. സെന്റ് സ്റ്റീൽ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. കറക്റ്റ് വാഗണർ തന്നെയാണ് വണ്ടി. അപ്പോൾ ഈ സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ വേറെ ബീഡിങ്ങുകളോ കാര്യങ്ങളോ എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കേണ്ട, വേറെ സ്ക്രാച്ചസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന് എഞ്ചിൻ റൂം കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത് പക്ക നീറ്റായിട്ട് സൂക്ഷിച്ചുള്ള എഞ്ചിൻ റൂമാണ്. വേറെ ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. പേസ്റ്റിങ്ങളൊക്കെ ആയാലും പക്ക പേസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അബ്രോണ്ട പേസ്റ്റിംഗ് ഒക്കെ ആയാലും നോക്കുമ്പോഴെല്ലാം അറിയാൻ സാധിക്കും. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ വരാത്ത വാഹനമാണ്. അപ്പോൾ ഈ വാഹനം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതും കൊടുക്കാനുള്ള വാഹനമാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.